പ്രൈസ് ലോർഡ്. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിലെയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായിട്ട് ദൈവത്തിന് അർപ്പിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോയിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം പല വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാറുള്ള വ്യക്തി ജീവിതങ്ങളാണ്. പലതിനും നമുക്ക് വാസ്തവത്തിൽ ഉത്തരങ്ങൾ അതതിൻ്റെ സമയത്ത് ലഭിക്കാറുണ്ട്, ചിലതിന് ലഭിക്കാറില്ല. എന്നാൽ വാസ്തവത്തിൽ നാം എങ്ങനെയാണ് അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ നാം ആയിരിക്കേണ്ടത്, നാം ദൈവത്തോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് ഞാൻ അല്പനേരം നിങ്ങളുമായിട്ട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ നാം മറ്റുള്ളവരുടെ നന്മ നാം ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിലും നന്മ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. ദൈവമക്കളെ, ഇന്ന് പകലിൽ ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, നാം മറ്റുള്ളവരുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നാം നന്മ അനുഭവിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം ദൈവസന്നിധിയിൽ നീതിമാനാണ് എങ്കിൽ, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തനാണെങ്കിൽ നമ്മുടെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ കടന്നു വരും. ദൈവം അയക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും. നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം നീതിമാനാണെങ്കിൽ, നാം വിശ്വസ്തനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നാം നന്മ അല്ലെങ്കിൽ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. അത് ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകലിൽ നാം വിശ്വസിക്കുക തന്നെ ചെയ്യണം ഈ ഒരു വാക്കിൽ. ഹല്ലേലൂയ, സ്തോത്രം. നാം നന്മ അനുഭവിപ്പാൻ അല്ലെങ്കിൽ നാം അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ നാവിന്മേൽ ഒരിക്കലും ശാപത്തിൻ്റെ വാക്കുകളോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ പാടുള്ളതല്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമുക്ക് നന്മ നൽകി തരണമോ, നമ്മുടെ ജീവിതത്തിൽ നാം ശാപത്തിൻ്റെ വാക്കുകൾ നാം ഒഴിച്ചു നിർത്തുമാറാകണം. നാം നന്മ അനുഭവിപ്പാൻ, അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ്. ഇത് മൂന്നും, ഈ ഒരു കാര്യങ്ങൾ നാം അതനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് അനുഗ്രഹങ്ങൾ കടന്നു വരുവാനിടയായിത്തീരും. ഇനി അടുത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം നന്മ അനുഭവിക്കുന്നത് നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന എല്ലാ നന്മകളെ ഓർത്തുകൊണ്ട് നാം ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് പല അനുഗ്രഹങ്ങളും നൽകി തന്നിട്ടുണ്ട്. നമുക്ക് ഭവനം നൽകി തന്നിട്ടുണ്ടാവും. ചിലർക്ക് ചില അനുഗ്രഹങ്ങൾ താൽക്കാലികമായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നൽകി തന്ന എല്ലാ നല്ല ദാനങ്ങളെ ഓർത്ത്, എല്ലാ നല്ല അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അവയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നൽകി തന്ന എല്ലാ നല്ല അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അവയെ അനുഗ്രഹിച്ച് നാം പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തക്ക സമയത്ത് ദൈവീകമായ വിടുതലുകൾ, ദൈവീകമായ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുക തന്നെ ചെയ്യും. ദൈവമക്കളെ, ഇന്ന് പകലിൽ ഈ ഒരു വാക്കുകളാൽ ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നാം ദൈവത്തിൻ്റെ നന്മകൾ, ദൈവികമായ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളെ. തീർച്ചയായിട്ടും നാം ദൈവികമായ കൽപ്പനകളെ പ്രമാണിക്കുന്നവരാണെങ്കിൽ നാം നന്മ അനുഭവിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ദൈവ പൈതലെ, ദൈവകൽപ്പന അനുസരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഒരിക്കലും തളരുകയോ ഒരിക്കലും പരിഭ്രമിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. ദൈവം നമുക്ക് വേണ്ടി ദൈവികമായ വഴികളിലൂടെ നമ്മെ വഴി നടത്തി അത്ഭുതകരമായ അനുഗ്രഹങ്ങളെ നൽകി തരുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ദൈവകൽപ്പന അനുസരിച്ചുകൊണ്ട് ദൈവിക വഴികളിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നാം ദൈവിക അനുഗ്രഹങ്ങൾക്ക് കൂട്ടവകാശികളായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.